ഞാൻ നിൽക്കുന്നത് തൃക്കണായ. ഞാൻ ഇതിലെ 6 മണിക്ക് പാസ് ചെയ്തു കാളിയാർ റോഡിന് വേണ്ടി നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം 8:30 മണിക്ക് ശേഷമാണ് ഞാൻ കാളിയാർ റോഡിൽ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ കണ്ട ഒരു രംഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഈ പട്ടീനെ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഈ പട്ടിക്ക് അപകടം. കാരണം ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഈ രാത്രിയിൽ, എപ്പോഴാണെന്ന് അറിയത്തില്ല. പട്ടികൾ റോട്ടിലൂടെ കണ്ടോ നക്കി നടക്കുന്നത് കണ്ടോ, പട്ടി നടക്കുന്നത് കണ്ടോ. ഇതൊരു രംഗം. ഈ റോഡ് ഇളനാടിൽ നിന്ന് ചേലക്കരയ്ക്ക് പോകുന്ന റോഡാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃക്കണായ. കണ്ടോ പട്ടി നടക്കുന്നത് കണ്ടില്ലേ. ഞാൻ ഈ സൈഡ് റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇവിടെ ഒരു മുള്ളൻ പന്നിയുടെ ചെറിയ ഒരിത്, ഇവിടെ ഒരെണ്ണം. അങ്ങനെ റോഡിലൂടെ നടന്ന് വരുമ്പോൾ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്. ഈ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് കൂടിക്കൂടി വരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. ഇതല്ലേ മുള്ളൻ പന്നിയുടെ മുള്ളുകളാണ് കിടക്കുന്നത് ഇവിടെ. ഇതേ കണ്ടോ, ഈ സൈഡിലെല്ലാം മുള്ളൻ പന്നിയുടെ മുള്ളുകൾ കൂടി കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഈ റോട്ടിലെല്ലാം ഉണ്ട്. കണ്ടോ, ഇതേ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതേ ഇത് വീഡിയോ എടുക്കുമ്പോൾ പട്ടി എന്നെ നോക്കുന്നു, നീ എന്താടാ എന്നെ ഓടിക്കുന്നതെന്ന്. കണ്ടില്ലേ, ഈ റോഡിലെല്ലാം മുള്ളൻ പന്നിയുടെ മുള്ളുകളിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് നോക്ക്, ഇത് കണ്ടോ, ഇത് കണ്ടോ. ബസ്സുകാരൊക്കെ നോക്കി പോകുന്നുണ്ട്. ഇവിടെ രക്തം കട്ട കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ സംഭവം വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഏതോ ഒരു വണ്ടി മുള്ളൻ പന്നീനെ ഇടിച്ച്, ഏത് വണ്ടി എന്താണെന്ന് അറിയില്ല. എന്തായാലും ആ മുള്ളൻ പന്നി ഈ അപകടത്തിൽപ്പെട്ടു പോട്ടെ. ഈ മുള്ളുകൾ ഈ റോട്ടിൽ കിടക്കുകയാണ്. ഈ റോട്ടിലൂടെ പല ആളുകൾ വരികയും പോവുകയും ചെയ്തു. എന്നിട്ടും ഇതാരും ഒന്നും അടിച്ചു മാറ്റുന്നില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ എനിക്കൊരു ദുഃഖമായി. അപ്പോൾ ഞാൻ എന്തായാലും അത് അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അടുത്ത വീട്ടിലെ ഉണ്ണിയേട്ടൻ്റെ വീടുണ്ട്, അവർ വാർദ്ധക്യമാണ്. ഞാൻ അവിടെ നിന്ന് ചൂല് വാങ്ങിച്ച് ഇത് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ഞാനൊരു മനുഷ്യ സ്നേഹിയാണ്. ഈ റോഡിലൂടെ കുഞ്ഞുങ്ങളും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഉണ്ണിയേട്ടാ ഒരു ചൂല് വരും ഉണ്ണിയേട്ടാ. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുന്നത്, നിങ്ങൾ വയ്യാത്തതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇതെവിടെ നിങ്ങളുടെ വീടിൻ്റെ ഇവിടെ ഒരു മുള്ളൻ പന്നി. പൊക്കോട്ടോ പൊക്കോ. അപ്പോൾ ഞാനത് അടിച്ചു വരാൻ റോട്ടിൽ നിന്ന് മാറ്റിക്കളയാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് പ്രോഗ്രാമാണ്, എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്തോളാം. വണ്ടികൾ വരുന്നത് സ്ഥലമാണ്, തലങ്ങും വലങ്ങും വരുന്നതാണ്. പട്ടി അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇത് സൈഡിലോട്ട് മാറ്റിയിടുകയാണ്. പട്ടി ഡേഞ്ചറസ് ആകാനുള്ള സാധ്യതയുണ്ട്. രക്തം മണത്ത് കണ്ടില്ലേ. ആളുകൾ തലങ്ങും വലങ്ങും പോകുന്നുണ്ട് കേട്ടോ. കാറ് വരുന്നു. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ഇവരെന്താ ചെയ്യുന്നതെന്ന്.
ഇവിടെ കണ്ടമാനം കൂടിയുണ്ട് അല്ലേ. ഇപ്പൊ റോഡ് അടിക്കേണ്ട ഒരു യോഗം ഉണ്ടായി എനിക്ക്. സന്തോഷം, ഞാൻ സന്തോഷവാനാണ്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ, തറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, ഇതേ കണ്ടോ, ഇവിടെയാണ് ഇത് ഇതായത്. കണ്ടില്ലേ, ഇത് അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പോയിട്ടുണ്ട് ഇവിടെ. ചേട്ടൻ അടുത്തുള്ള ചേട്ടനും അറിഞ്ഞില്ല എന്താ ഇത് ഉള്ളത്. അപ്പോൾ അതൊന്ന് അടിച്ചു മാറ്റുക. ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഇല്ലല്ലേ? അപ്പോൾ ചേട്ടൻ നിരുത്സാഹപ്പെടുത്തിയാൽ കുഴപ്പമില്ല. അപ്പോൾ സൈഡിലേക്ക് അടിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇവിടെയാണ് സംഭവം നടന്നത്. പട്ടി അതിൻ്റെ അവശിഷ്ടം തിന്നുകൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ നിന്നുകൊണ്ട് പട്ടി ഭക്ഷണത്തിനായിരിക്കും വണ്ടി വന്നിരിക്കാൻ സാധ്യതയുണ്ട്. കുറേ ഉണ്ട്. അപ്പോൾ പലരും നോക്കി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്നെ കാണിക്കുന്ന വിചാരിച്ച പലരും നോക്കി പോകുന്നുണ്ട്. കാരണം കണ്ടമാനം കിടക്കുന്നു കണ്ടില്ലേ. ഉണ്ടോ, അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കാര്യം ഈ പട്ടി തിരുന്ന അറിയാതെ വന്ന് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാകാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം പോയിട്ടുണ്ട്. റോഡിൽ എന്തായാലും റോഡടിക്കുകയാണ്. പലരും കണ്ട് പട്ടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അടിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് ആ വേസ്റ്റ് തിന്നുകൊണ്ടിരിക്കുക പട്ടി. എന്താടാ പോടാ പട്ടി പിന്നെ റോട്ടോട്ട് പോവാണ് കേട്ടോ. കാരണം അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പട്ടികരെ അറിഞ്ഞു പോയെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അടിച്ച് ഇട്ട് സൈഡിലോട്ട് മാറ്റി എടുത്തുകൊണ്ട് പുള്ളിക്ക് നല്ല സുഖമായി കഴിക്കാം. ആ അവശേഷം തിന്നുന്ന ഭാഗമാണ് കാണുന്നത്. ഇപ്പോൾ അവൻ്റെ നടക്ക് നിൽക്കുന്നുണ്ടോ പട്ടി? അപ്പോൾ ഈ റോഡിലെ
സ്കൂൾ വണ്ടികളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. സ്കൂളിൽ നിന്ന് പിള്ളേർ പോകുന്നുണ്ട്. സ്കൂളിൽ കയറ്റാൻ വേണ്ടി വണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം നിങ്ങൾ ഊഹിച്ചോ എത്ര മണിയായിരിക്കുന്നു. മൊത്തം ഇതിപ്പോൾ റോട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? കൈ കറി തിന്നാൻ വേണ്ടി പട്ടി വരും. പട്ടി കണ്ടോ? അപ്പോൾ എന്തായാലും ഇവിടത്തുള്ള ആ ഡേഞ്ചറസിൽ നിന്ന് മാറി കണ്ടില്ല. ഭക്ഷണമാണ്, അന്നത്തോളം വലിയ എന്തെങ്കിലും ഉണ്ടോ? ഇത് കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള അപകട ഭീഷണി മാറി ഞാനത് സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടിച്ച് സത്യത്തിൽ മടുത്തു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിലുള്ള ആ വേസ്റ്റ് മാറാണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമായി. കണ്ടില്ലേ, നിങ്ങൾ അല്പം മുമ്പ് കണ്ട റോഡാണോ ഇത്? ഓക്കെ, ഇവിടെ ബ്ലഡ് കിടക്കുന്നുണ്ട്. കണ്ടേ, പട്ടി ഇനി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഈ റോഡ് അല്പം മുമ്പ് വരെ കണ്ട റോഡല്ലല്ലോ. പട്ടിക്ക് കണ്ടില്ലേ, പട്ടിയുടെ ഏജൻസ് മാറി സൈഡിൽ ഏതാണ്ട് വേസ്റ്റ് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അടുത്ത വീടുകളിൽ നിന്ന് കുറച്ച് വെള്ളം മേടിച്ച് ഒഴിച്ച് അത് ക്ലീൻ ചെയ്യാൻ പോകും ഞാൻ എന്തായാലും. കാരണം അത് ഇനി കിടന്ന അപകടങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പട്ടികൾ ഇത് ഭക്ഷിക്കാൻ വരും. അറിയാതെ സ്പീഡിൽ വരുന്ന മോട്ടോർ സൈക്കിൾ ഇടിച്ച് അപകടം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാനത് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ അടുത്തുള്ള വീട്ടിൽ വെള്ളം ചോദിച്ചു. നിസ്സഹായരാണ് അവർ. കാരണം അവരുടെ വീട്ടിൽ വെള്ളം വരുന്നില്ല. അവർ കിണറ്റിൽ നിന്ന് എങ്ങാണ്ട് കോരിക്കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലോട് സമീപിക്കുന്നു. ചൂട് മരിച്ച വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെന്ന് നോക്കട്ടെ വെള്ളം അവിടെ ഉണ്ടോ എന്ന്. കാര്യം അപ്പോൾ ഈ ഏരിയ വെള്ളത്തിന് ക്ഷാമമുള്ള ഏരിയയാണ്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ വീട്ടിൽ ഇവിടുന്ന് എടുത്തു. ഞാൻ ആ റോഡിൽ, കാരണം അവിടെ പട്ടി ഇത് എടുക്കാൻ കാരണം എന്തെങ്കിൽ രക്തമായോ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പട്ടികൾ ഇത് അന്വേഷിച്ച് ഭക്ഷിക്കാനും നക്കാനൊക്കെ ആയി വരാം. നമ്മുടെ ഈ റോഡുകളിലൂടെ പോകുന്ന മോട്ടോർ സൈക്കിൾ യാത്രക്കാർ ഹെൽമറ്റ് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. ഒരു അപകടം ഒഴിവാക്കാം എന്നുള്ള നിലയിൽ ഞാൻ ഈ റോഡ് അടിക്കാൻ പോവുകയാണ്. കാര്യം വെള്ളത്തിന് ക്ഷാമമുണ്ട് ഈ ഏരിയ തൃക്കണായിൽ. ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളം